പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ നാരായണീയത്തിൽ പ്രഥമ ദശകത്തിലെ ചതുർത്ഥ ശ്ലോകം 4-ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്ലോകം ശ്രദ്ധിക്കുക. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോല്ലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകലൈതി വജഃ ത്വൽകലാസ്വേവ ഭൂമൻ. നിങ്ങൾക്കറിയാം, ഈ ശ്ലോകം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധരാ വൃത്തത്തിലാണ്. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നിങ്ങൾ ശ്രദ്ധിക്കുക. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോല്ലോലാസതുല്യം ഖലു വിമലതരം സത്വം ആഹുഹു തത് ആത്മാ കസ്മാത് ന നിഷ്കളത്വം സകല ഇതി വജഃ ത്വത് കലാസു ഏവ ഭൂമൻ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം നിങ്ങൾ മനസ്സിലാക്കുക. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോലാസതുല്യം വിമലതരം സത്വം ആഹുഹു ഖലു. ഹേ ഭൂമൻ ത്വത് കലാസു ഏവ സകളഹ ഇതി വജഃ. ഈ ശ്ലോകത്തിൻ്റെ സാരാംശം നിങ്ങൾ ശ്രദ്ധിക്കുക. അനക്കമില്ലാത്തതും സദാ പൂർണ്ണവും അവസാനമില്ലാത്ത പരമാനന്ദമാകുന്ന അമൃതം തന്നെ സ്വന്തം രൂപവുമായ ഭ്രമമാകുന്ന സമുദ്രം ഏറെ മുക്തന്മാരാകുന്ന മുത്തുകളുള്ളതിനാൽ അതിവിശിഷ്ടമാകുന്നു. ആ മഹാസമുദ്രത്തിലെ തിരയടിക്ക് തുല്യമാണ് അത്യന്ത ശുദ്ധമായ സത്വഗുണം എന്ന് പറയപ്പെടുന്നു. ആ സത്വം തന്നെയായ അങ്ങ് എന്ത് കാരണത്താൽ നിഷ്കളനാകുന്നില്ല? അങ്ങ് നിഷ്കളൻ, പൂർണ്ണാവതാരം തന്നെയാണ്. മറ്റ് അവതാരങ്ങളെല്ലാം തന്നെ അംശാവതാരങ്ങളാണ്. നമസ്തേ.